ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെന്റിലേറ്ററിനെ കുറിച്ചാണ്. വെന്റിലേറ്റർ ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെന്റിലേറ്റർ നമ്മുടെ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം നിലച്ചു പോകുമ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ശ്വാസകോശത്തിൻ്റെ പണി ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. അപ്പോൾ നമ്മൾ ശ്വാസകോശത്തിലോട്ട് ഈ എയർ ഓക്സിജൻ പ്രഷർ ചെയ്ത് പമ്പ് ചെയ്തിട്ട് ലങ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും തമ്മിലുള്ള എക്സ്ചേഞ്ച് പെർഫ്യൂഷൻ പ്രോസസ്സിനെ ആർട്ടിഫിഷ്യലി നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മളൊരു വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരുന്നത്? ഒരു രോഗിയുടെ ശ്വാസകോശം കുറച്ച് ഭാഗം പ്രവർത്തനക്ഷമത കുറയുമ്പോഴാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഒന്ന്, രോഗി ബോധം കെട്ടുണ്ടാവും. രണ്ടാമത്, ഓക്സിജൻ വളരെ കുറവായിരിക്കും. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, പേഷ്യൻ്റ് കോമയിലായി, പെട്ടെന്നൊരു ബോധമില്ല, പൾസൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ സംരക്ഷിക്കാൻ നോക്കേണ്ടത് എയർവേ, ബ്രീതിങ്, ലങ്സ്. അതിൽ നമ്മൾ ആദ്യം തന്നെ ലങ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇൻറ്റുബേറ്റ് ചെയ്ത് വേഗം വെന്റിലേറ്ററിലിട്ട് എത്രയും നേരത്തെ പേഷ്യൻറ്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യുന്നു അത്രയും നേരത്തെ പേഷ്യൻ്റ് ബെറ്റർ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെന്റിലേറ്ററിൽ ഇടാൻ ലേറ്റായി, ഓക്സിജൻ സപ്ലൈ ബോഡിയിൽ കുറഞ്ഞു, ബ്രെയിനിൽ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ പേഷ്യൻ്റ് പെർമനൻ്റായിട്ട് കോമയിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെന്റിലേറ്ററിൽ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, താൽക്കാലികമായ ശാരീരിക പ്രശ്നങ്ങൾ, മറ്റെന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ, കാർഡിയാക് അറസ്റ്റ് ആയിക്കോട്ടെ, ലങ്സിൽ ന്യൂമോണിയ ആയിക്കോട്ടെ, നമ്മുടെ നേരത്തെ ഉണ്ടായ കോവിഡ് പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ചെസ്റ്റിനൊരു ട്രോമ സംഭവിച്ചതായിക്കോട്ടെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമുക്ക് വെന്റിലേറ്റർ ആവശ്യം വരും. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കണം. കാരണം അപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വെന്റിലേറ്റർ ആവശ്യമാണ്. കാരണം അയാളുടെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളെല്ലാം റിക്കവറായി വരുന്നതോടുകൂടി ഇയാളുടെ ലങ്സും റിക്കവർ ആവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യാം. കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മെല്ലെ പതിയെ രോഗിയെ ഊരിയെടുക്കാൻ സാധിക്കും. അതിന് വീനിങ് ഓഫ് വെന്റിലേറ്റർ എന്ന് പറയാം. അപ്പോൾ വെന്റിലേറ്ററിൽ കുറേ നാൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? വാക് വരും, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. അപ്പോൾ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെന്റിലേറ്റർ വായക്കൂടെ ഒരു കുഴലിറക്കി അത് ട്രക്കിയെ കൂടെ പാസ് ചെയ്ത് ശ്വാസകോശത്തിലോട്ടാണല്ലോ നമ്മൾ ഈ എയർ സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ വരാം, കോളനി ഫോം ചെയ്ത് ബാക്ടീരിയാസ് വരും, ഇൻഫെക്ഷൻ വരും, അതൊരു ന്യൂമോണിയയായി മാറാം. അത് കാരണം ചിലപ്പോൾ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് രോഗിയെ ഊരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഈ വെന്റിലേറ്റർ ന്യൂമോണിയ വരും എന്ന് വിചാരിച്ചിട്ട് രോഗിയെ വെന്റിലേറ്റർ ഇടാതിരിക്കാൻ പറ്റില്ല. രോഗിയുടെ ആ സമയത്തെ കാർഡിയാക് പ്രശ്നം, ഇല്ലെങ്കിൽ കോമ, ഇല്ലെങ്കിൽ ഹെഡ് ഇഞ്ചറി, ട്രോമ, ആ സമയത്ത് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വെന്റിലേറ്റർ ആവശ്യമാണ്. അതിനുശേഷം പിന്നെ അയാൾ രക്ഷപ്പെട്ടു വരുമ്പോൾ അയാളുടെ മറ്റ് അവയവങ്ങളെല്ലാം പ്രവർത്തനക്ഷമത നേടിയെടുക്കുമ്പോൾ നമുക്ക് മെല്ലെ വെന്റിലേറ്റർ ഊരുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമതുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചാണ്. അതിൽ COPD വരും. COPD എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസോർഡർ, അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ. പുകവലി കാരണം പിന്നെ ശ്വാസമുട്ടുള്ള ആൾക്കാർക്കൊക്കെ വയസ്സായി വരുമ്പോൾ എന്താവും? ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. അതിൽ ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് താൽക്കാലികമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൈപാപ്പ് എന്ന് പറഞ്ഞൊരു മിനി വെന്റിലേറ്റർ ഉണ്ട്. ഇത് അവർക്ക് വീട്ടിൽ വെച്ചിട്ട് മാസ്ക് രൂപത്തിലാണ്, അതിങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതിന് നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഇൻവേസീവ് വെന്റിലേറ്റർ ആണ്. അതിൽ ശ്വാസകോശത്തിലൂടെ ട്രക്കിയയിലൂടെ നമ്മൾ ട്യൂബ് തൊണ്ടയിൽ കൂടെ ഇറക്കണം. ഇതിലത് വേണ്ട. ഇത് നമ്മൾ സാധാരണ ഓക്സിജൻ കൊടുക്കുന്ന മാസ്ക് പോലത്തെ ഒരു മാസ്ക് ഉണ്ട്. അത് വെച്ചിട്ട് അതിന് ചുറ്റും ഒരു ബെൽറ്റ് ഉണ്ടാകും. ആ ബെൽറ്റ് വെച്ച് കെട്ടിയിട്ട് അതിൽ നമുക്ക് പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്സിജൻ്റെ ഈ വെന്റിലേറ്റർ ബൈപാപ്പ് മെഷീൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്സിജൻ ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ സപ്ലൈയും അതിൽ ചെയ്യാൻ പറ്റും. പെർമനൻ്റ് ആയിട്ട് പിന്നെ ഡാമേജ് ആയി പോയ ആൾക്കാർ കോമയിലാണ്, വർഷങ്ങളായിട്ട് കോമയിലാണ്, മറ്റെന്തോ കാരണം കൊണ്ടാണ് കോമയിൽ, പക്ഷെ അവരെ ശ്വാസകോശവും നിലച്ചു പോയി. അപ്പോൾ അവരെ നമ്മൾ നിലനിർത്താൻ യൂസ് ചെയ്യാം. പിന്നെ ചില ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ശ്വാസകോശം തളർന്നു പോകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, അതിൽ നമ്മൾ യൂസ് ചെയ്യണം. പാമ്പ് കടിയേറ്റാൽ ചിലപ്പോൾ ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ വെന്റിലേറ്ററിൻ്റെ ആവശ്യം വരാം. അപ്പോൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചികിത്സാ രീതിയല്ല, അത് പല കാരണങ്ങളാൽ വെന്റിലേറ്ററിലോട്ട് രോഗി എത്തിപ്പെടുന്നതാണ്. അപ്പോൾ ആ വെന്റിലേറ്ററിൽ ഒരിക്കൽ എത്തിയാൽ ആ സമയത്ത് രോഗിയുടെ ജീവൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതിനുശേഷം പിന്നെ രോഗിയുടെ നില മെച്ചപ്പെടുമ്പോൾ നമുക്ക് പല രോഗങ്ങളിലും അത് ഊരാൻ സാധിക്കും. പല രോഗങ്ങളിലും നമുക്കത് ഊരാൻ പറ്റാതെ ഒരു ട്രക്കിയോസ്റ്റമി ട്യൂബ് തൊണ്ടയിലൂടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഓട്ട തുറച്ച് അതിലൂടെ നമ്മൾ ഒരു ട്യൂബ് വെച്ചിട്ട് വെന്റിലേറ്ററിന് വീണ്ടും പ്രൊലോങ് ആയിട്ട് കുറേ നാളുകൾ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വെന്റിലേറ്ററിൻ്റെ ഒരു ഉപയോഗങ്ങളും ഉപയോഗിക്കുന്ന രീതിയും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ കൂടാതെ വേറെ പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെന്റിലേറ്റർ ICUവിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യാവൂ. ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം. വെന്റിലേറ്റർ വെരി കോസ്റ്റ്ലി എക്യുപ്മെൻ്റ് ആണ്, എല്ലാ ഹോസ്പിറ്റൽസിനും അഫോർഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അത് യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകൾ കറക്റ്റ് യൂസ് ചെയ്താൽ തീർച്ചയായും വെന്റിലേറ്റർ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും.